പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഇത് അന്നു വേണ്ട ആഹാരം പോലെ ഇന്ന് വേണ്ട കൃപകളാണ് ഈശോ തരണത്. ഈശോ മനസ്സിലത് ഉദ്ദേശിക്കുന്നുണ്ടെന്നാണ് തോന്നണത്. കാര്യം ഉത്കണ്ഠകളെക്കുറിച്ചൊക്കെ പറയുമ്പോൾ ഈശോ പറയും, നാളത്തെ ഉത്കണ്ഠ മതിയല്ലോ എന്ന് പറയുമ്പോൾ ഇന്നത്തെ ഉത്കണ്ഠകളെ നിങ്ങൾ കർത്താവിൻ്റെ തിരുസനെ കൊണ്ടുവരിക എന്ന അർത്ഥം കൂടി അതിനുണ്ടല്ലോ. അപ്പം അതുകൊണ്ട് ഈ മിസ് ചെയ്യാതിരിക്കാൻ നോക്കണം. ഓക്കെ, നമുക്ക് പ്രത്യക്ഷ പ്രാർത്ഥനയിലേക്ക് വരാം. മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ ഭാഗമായിട്ടാണ് 20-ാം വർഷത്തിൻ്റെ ഭാഗമായിട്ടാണ് അമ്മ നമുക്ക് ഈ ശുശ്രൂഷ തന്നത്. അതുകൊണ്ട് അമ്മയുടെ ഒരു ആവശ്യം കൂടിയാണ് ഈ പ്രാർത്ഥനയോട് നിങ്ങളെ നിലനിർത്തിക്കൊണ്ട് പ്രത്യക്ഷീകരണം സ്ഥിരീകരിക്കുക എന്നുള്ളത്. ഓക്കെ, നമുക്ക് അമ്മയുടെ ഒപ്പം തുടരാം. എല്ലാവരും അമ്മയെ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, അന്ന് അങ്ങ് കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട് വരാൻ പോകുന്ന മഹാദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടാനും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനും ആവശ്യപ്പെട്ടിട്ട് 20 വർഷം തികയുന്ന ഈ വേളയിൽ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കോ ഈ ദേശത്തിനും അങ്ങ് മാധ്യസ്ഥതയിൽ തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗങ്ങൾ ഓർക്കുക. ഇന്ന് ആവശ്യമായ കൃപ ഓർക്കുക. അതാണ് അന്ന് വേണ്ട ആഹാരം എന്ന് പറയുന്നത്. അവർ ഡെയിലി ബ്രെഡ്. ഇന്ന് പോകുന്ന വഴികൾ, സഞ്ചരിക്കുന്ന വഴികൾ, കണ്ടുമുട്ടുന്ന വ്യക്തികൾ, ചെയ്യാനുള്ള കാര്യങ്ങൾ, ഹോംവർക്കുകൾ, കുടിശ്ശിക വന്നു പോയിട്ടുള്ള ബാധ്യതകൾ, ഉത്തരവാദിത്തങ്ങൾ, ജീവിത ഉത്തരവാദിത്തങ്ങളെല്ലാം ഓർക്കുക. ചിലർ കെട്ടിക്കിടക്കുന്നുണ്ടാകും. കുറേ നേരമായിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അവിടെ വെറുതെ പുസ്തകം എടുക്കുമ്പോൾ ഉറങ്ങിപ്പോവും, അല്ലെങ്കിൽ ഫയലെടുക്കുമ്പോൾ വേറെ ചിന്ത വരും, അല്ലെങ്കിൽ മൊബൈൽ നോക്കും, നമ്മൾ ഡീവേറ്റ് നമുക്ക് ഇഷ്ടമില്ലാത്തതിലും നമ്മൾ ഡീവേറ്റ് ചെയ്ത് പോകണത്. അപ്പം അതുകൊണ്ട് തന്നെ അതൊരു നമ്മുടെ ഒരു വിഷയമാണ് പ്രാർത്ഥനയുടെ. അപ്പം അത് അമ്മയോട് പറയണം. അമ്മയുടെ മധ്യസ്ഥത്തിൽ എൻ്റെ ഈ ഒരു അവസ്ഥ കൂടി കാഴ്ചവെക്കുന്നു പറയണം. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ ഈ ദ്വാദശവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കഴിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാ മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നമ്മുടെ ഇന്നത്തെ വിഷയം ദൈവതിരുസേനയുടെ കരയറ്റുകയാണ്. ഇതാണ് എൻ്റെ കാമ്പ് എന്ന് പറയുന്നത്. ക്രച്ചെന്നൊക്കെ പറയുന്നത് ഇതെൻ്റെ കാമ്പ്. ഇതിനു വേണ്ടിയാണ് ശരിക്കും പറഞ്ഞാൽ ഈ ശുശ്രൂഷ തുടങ്ങിയത്. എന്ന് വെച്ചാൽ അന്ന് നിങ്ങൾ യാത്രയാകും മുമ്പേ നിങ്ങളുടെ കർത്താവിൻ്റെ തിരുമുറുവാർന്ന വലത് കരം നിങ്ങളുടെ ശിരസിൽ വെച്ചുകൊണ്ട് അമ്മ മധ്യസ്ഥം വഹിക്കുന്നൊരു സമയമാണിത്. അതുകൊണ്ട് തന്നെ ശിരസ് നമിച്ച് കൈകൾ കുപ്പി ശിരസ് നമിച്ച് കൈകൾ കുപ്പി ആദരവോടെയാണ് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കേണ്ടത്. അപ്പോൾ ആമേൻ ആമേൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഉള്ളിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിത് അംഗീകരിക്കുന്നു, അതുപോലെ സംഭവിക്കട്ടെ, ദൈവം മഹത്വപ്പെടട്ടെ എന്നതിൻ്റെ അർത്ഥം. എൻ്റെ കർത്താവേ, ഞാൻ നിൻ്റെ ഉന്നതമായ നാമത്തിന് സ്വന്തം ചെയ്യുന്നു. കർത്താവെ, നിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ നീ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യത്തെ നീ പ്രകടമാക്കണമേ. കർത്താവെ, 38 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ കൃപാസനത്തിൽ നടന്നിട്ടുള്ള എല്ലാ ആരാധനയുടെയും അടിസ്ഥാനത്തിൽ
അങ്ങനെ മക്കൾക്ക് വേണ്ടി ഞാൻ ഇന്ന് നാളെ രജിസ്റ്റർ ഓഫീസിൽ പോകാതിരിക്കുന്നവരുണ്ട്, പോലീസ് സ്റ്റേഷനിൽ പോകാതിരിക്കുന്നവരുണ്ട്, കോടതിയിൽ പോകാതിരിക്കുന്നവരുണ്ട്, ഓഫീസിൽ പോകാതിരിക്കുന്നവരുണ്ട്, പരീക്ഷയ്ക്ക് പോകാതിരിക്കുന്നവരുണ്ട്, ഇൻ്റർവ്യൂവിന് പോകാതിരിക്കുന്നവരുണ്ട്. എല്ലാവരെയും കർത്താവ് ഈ പാങ്കട തിരുസേനയിൽ കൊണ്ടുവരുന്നു. രോഗികൾ, പീഡിതർ, സങ്കടക്കാർ, ഭാരമുള്ളവർ, ആർക്കും ഇനി ആശ്വസിക്കാൻ പറ്റുന്ന നിരാശ കൊണ്ട് മനസ്സിടിഞ്ഞ് എഴുന്നേറ്റിട്ട് എന്തിനാ നേരം വിളിക്കണത്, ആർക്ക് വേണ്ടിയാണ് നേരം വിളിക്കണത് എന്നൊക്കെ ചിന്തിച്ചിട്ട് പിരാഗിക്കൊണ്ട് എഴുന്നേൽക്കുന്നവരുണ്ട്. വേദന കൊണ്ടാണ് ഈശോയെ. കർത്താവ് വേദനപ്പെടുന്നവരെ ഞാൻ പ്രത്യേകം അങ്ങേക്ക് ഏൽപ്പിക്കുന്നു. അങ്ങ് വേദന സഹിച്ചവനാണ്, വേദന ഏറ്റെടുത്തവനാണ്. രണ്ട് തരത്തിൽ അങ്ങേക്ക് അവരെ സഹായിക്കാൻ കഴിയും. ഒന്ന്, അവർക്ക് അങ്ങയുടെ നാമം സഹിക്കാനുള്ള ശക്തി കൊടുക്കാം, അല്ലെങ്കിൽ അവരെ സുഖപ്പെടുത്താൻ കഴിയും, അല്ലെങ്കിൽ വേദന അവരിന്ന് മാറ്റാൻ കഴിയും. എന്തായാലും ഈശോയെ രോഗികളെന്ന് തൊടാതെ പോകരുത്. കാര്യം അത്രയ്ക്ക് അവർ വിഷമിക്കുന്നുണ്ട്. രോഗമായി കഴിയുമ്പോൾ മാത്രമേ നമുക്ക് ആരുമില്ല, എല്ലാവരും ഉണ്ടെങ്കിലും ആരുമില്ലാത്ത ഫീലിംഗ് ഉണ്ടാകണത് രോഗമുള്ളപ്പോഴാണ്. അതുകൊണ്ട് തന്നെ രോഗികളെ കർത്താവിനെ സ്പർശിക്കണം. നിൻ്റെ തിരുമുറുവാർന്ന വലതുകരം, ആണിപ്രധാർന്ന അനുഗ്രഹത്തിൻ്റെ വലതുകരം നീ അവരെ തുടരണം. അടിപ്പിണർ പോലെ വൈദാഘാതം പോലെ ദൈവികമായ ശക്തി, അടിപ്പിണർ പോലെ വൈദാഘാതം പോലെ ദൈവികമായ ശക്തി ഈ മക്കളിലേക്ക് ഒഴുകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓരോ കോശങ്ങളെ കർത്താവ് സ്പർശിക്കട്ടെ. ഓരോ ഞരമ്പുകളെ, അസ്ഥിക്കുറകളെ, ഇടറിപ്പോയ കാലുകളെ എല്ലാം നീ സ്പർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ മഹാത്ഭുതങ്ങൾ ഈ വീട്ടിൽ നടക്കട്ടെ. ദൈവത്തിൻ്റെ മഹാത്ഭുതങ്ങൾ ഈ പ്രാർത്ഥന കൂടി നിന്ന് സംഭവിക്കട്ടെ. ദൈവത്തിൻ്റെ മഹാത്ഭുതങ്ങൾ യേശുക്രിസ്തു തൻ്റെ വിശുദ്ധമായ രക്തത്താലും കുരിശിനാലും വീണ്ടെടുക്കപ്പെട്ട മഹാകൃപയുടെ അവകാശികളാകാൻ വിളിക്കപ്പെട്ട മക്കളുടെ വിശ്വാസികളുടെ മേൽ ദൈവത്തിൻ്റെ കൃപ ചിന്തട്ടെ. അമ്മയെ, പരിശുദ്ധമ്മയെ കാനായിലെ കല്യാണത്തിൽ വെച്ചാണ് അമ്മ അവിടുത്തെ ഇല്ലായ്മയും വല്ലായ്മയും മനസ്സിലാക്കിയപ്പോഴത് മാതാ ഈശോയോട് പറയേണ്ട ഒരു വിഷയമായിട്ട് അതിന് ഉയർത്തിക്കൊണ്ട് ഗൃഹപ്രസംഗങ്ങൾ കർത്താവിനെ ശ്രദ്ധപ്പെടുത്തേണ്ടതിന് വേണ്ടി ദൈവം ചുമതലപ്പെടുത്തിയ അമ്മയെ എല്ലാ അടുക്കളയിലും, എല്ലാ അരങ്ങത്തും, എല്ലാ അങ്കണങ്ങളിലും അമ്മയുടെ സാന്നിധ്യം ഉണ്ടാകണം. അമ്മ ഉടമ്പടിയെടുത്തിരിക്കുന്ന എല്ലാവരുടെയും കരങ്ങൾ ഗ്രഹിച്ചുകൊണ്ട് അമ്മയുടെ സാന്നിധ്യം മഴവില്ലായി സുഗന്ധ അഭിഷേകമായി അനേകം മക്കൾ അനുഭവിക്കുന്ന ഈ കാലഘട്ടത്തിൽ എല്ലാ മനുഷ്യരും സാന്നിധ്യം, ഉടമ്പടിയുടെ ഏറ്റവും വലിയ ഭാഗമായ ദൈവസാന്നിധ്യം അനുഭവിക്കാൻ ഇടയാക്കണം പ്രാർത്ഥിക്കുക. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, ദൈവത്തിൻ്റെ ശക്തിയാൽ നിങ്ങളുടെ സഞ്ചാരങ്ങൾ, നിങ്ങളുടെ സന്ദർശനങ്ങൾ, നിങ്ങളുടെ ഓരോ സംരംഭങ്ങൾ കർത്താവ് ആശീർവദിക്കുകയും നിങ്ങളുടെ എല്ലാ ഇടങ്ങളിലും കണ്ടുമുട്ടുന്ന വ്യക്തികളെ കൈകാര്യം ചെയ്യുന്ന വിഷയങ്ങൾ എല്ലാം കർത്താവ് നിറഞ്ഞിട്ട് നിങ്ങളെ ഏറ്റവും പേടിപ്പെടുത്തുകയും ഉത്കണ്ഠപ്പെടുത്തുകയും സങ്കടപ്പെടുത്തുകയും ചെയ്യുന്ന സാഹചര്യങ്ങൾ, വ്യക്തികൾ എല്ലാം കർത്താവ് നിറഞ്ഞു നിൽക്കുകയും ദൈവത്തിൻ്റെ കരുണ നിങ്ങൾക്ക് ആവശ്യിക്കുകയും ചെയ്യട്ടെ. ദൈവത്തിൻ്റെ കൃപ നിങ്ങൾക്ക് ആവശ്യിക്കുകയും ചെയ്യട്ടെ. ദൈവത്തിൻ്റെ കൃപ നിങ്ങൾക്ക് ആവശ്യിക്കുകയും ചെയ്യട്ടെ. അമ്മ പരിശുദ്ധമ ദൈവ നിങ്ങൾക്ക് മധ്യസ്ഥ വഹിക്കുക. ഇന്നത്തെ ദിവസം മുഴുവനും ഉറങ്ങുന്നത് വരെ ദൈവത്തിൻ്റെ കരുണയുടെ അടയാളങ്ങളും കാഴ്ചയുടെ കണ്ട് മനസ്സിലാക്കുവാനും വിസ്മയിക്കുവാനും ദൈവത്തെ മഹത്വപ്പെടുത്തും. ദൈവത്തിൻ്റെ സുവിശേഷത്തെ സാക്ഷിയാകുവാനും ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധ സർവീശ്വരെ നയിക്കുവാമേ. ഇന്ന് എടുക്കാൻ പോകുന്ന വചനങ്ങൾ അതായത് പല ആൾക്കാരും പഴയ കാര്യങ്ങളെ ഓർത്തിട്ടാണ് നമുക്ക് നിരാശ വരുന്നത്. എന്താണ് അതായത് നീറിപ്പോയിട്ടുള്ള ആശകളാണ് നിരാശയായിട്ട് വരുന്നത്, പണ്ടത്തെ വിഷയങ്ങളുടെ പേര്. പക്ഷേ ദൈവത്തിൻ്റെ സ്വഭാവം നിങ്ങൾ അറിയണത്, നിങ്ങളെ പഴയ കാര്യങ്ങളെക്കുറിച്ചൊന്നും ആവലാതി പെരണ്ട എന്നുള്ള ഒരു ചിന്തയാണ് ഈശോ നമുക്ക് നൽകുന്നത്. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. യെശയ്യാ 43:18. യെശയ്യാ 43:18-19. കഴിഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഓർക്കുകയോ പരിഗണിക്കുകയോ വേണ്ട. ഇതാണ് സംഭവം. അതായത് ഡോണ്ട് മൈൻഡ്, അത് പരിഗണിക്കണമെന്നാണ് പറയണത്. ഏതായാലും കഴിഞ്ഞ കാര്യങ്ങളിൽ നിങ്ങൾ പരിഗണിക്കേണ്ട. അതിപ്പോൾ ആ വചനത്തേക്ക് വരാം. ഓക്കെ. ഇതാ ഞാൻ പുതിയ ഒരു കാര്യം ചെയ്യുന്നു, അത് മുളയെടുക്കുന്നത് നിങ്ങൾ അറിയുന്നില്ലേ. ഇതാ ഞാൻ ഒരു പുതിയ കാര്യം ചെയ്യുന്നു, അത് മുളയെടുക്കുന്നത് നിങ്ങൾ അറിയുന്നില്ലേ. ഇത് എന്ത് സംഭവം? ഇപ്പം ഈ വചനം എടുക്കാൻ കാര്യം എന്താ അറിയാമോ? ഇന്നലെ കൃപാസനത്തിൻ്റെ ഒരു സാക്ഷ്യമുണ്ടായി. അപ്പം അവർ പറഞ്ഞ 10 കൊല്ലമായിട്ട് അവർക്ക് മക്കളില്ല. 10 കൊല്ലം. നമുക്കറിയാം ഇപ്പോഴത്തെ കണ്ടീഷനിൽ ഒരു കേരളത്തിൽ തന്നെയും വിദേശ രാജ്യങ്ങൾ കിട്ടുന്ന അതേ ചികിത്സയൊക്കെ കേരളത്തിൽ കിട്ടും. അപ്പം അതുകൊണ്ട് തന്നെ IVF അങ്ങനെ കുറേ ചികിത്സകൾ നമ്മൾ ചെയ്യണതാണ്. അപ്പം അങ്ങനെയുള്ള ചികിത്സകളെല്ലാം ചെയ്തതിന് ശേഷം നിരാശപ്പെട്ട് സ്പേം ഉണ്ടെങ്കിൽ മാത്രമല്ല എടുത്ത് IVF ഒക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം അങ്ങനെ വരുമ്പോൾ അവർക്ക് നിരാശ വരും. അപ്പം ഈ കുഞ്ഞെന്ന് കേൾക്കുമ്പോൾ തന്നെ എന്താ ചെയ്യണത്? അവരുടനെ പഴയ കാര്യം, പല മെഡിക്കൽ അറ്റംപ്റ്റുകൾ, തോറ്റുപോയ കാര്യം, പരാജയപ്പെട്ട കാര്യം, ഈ 10 കൊല്ലം മുഴുവനല്ലേ ഈ പേപ്പർ ഇട്ടിട്ട് നോക്കിയിട്ട് പ്രഗ്നൻ്റ് അല്ലെന്ന് അറിയണ കാര്യം, അതാണ് പഴയ കാര്യം.
അപ്പോൾ അതൊരു പേപ്പർ കാണുമ്പോൾ തന്നെ, പ്രഗ്നൻസി ടെസ്റ്റിൻ്റെ പേപ്പർ കാണുമ്പോൾ തന്നെ മുഖത്ത് കാണാൻ പറ്റും നിരാശ. എന്താ കാര്യം? ഇതും അധോഗതിയാണ്, ഇതും അധോഗതിയാണ്. അപ്പോൾ ഇങ്ങനെ പഴയ കാര്യങ്ങൾ ഓർക്കുമ്പോൾ മനുഷ്യൻ്റെ മനസ്സിലുണ്ടാകുന്ന അധോഗതി അവരുടെ വിശ്വാസത്തെ ബാധിക്കുന്നതാണ്. അതുകൊണ്ടാണ് ഈശോ പറയുന്നത്, പഴയ കാര്യങ്ങൾ നീ ഓർക്കണ്ട, ഒരു പുതിയ കാര്യം ചെയ്യുമെന്നാണ്. അപ്പോൾ ദൈവത്തിൻ്റെ ഒരു സ്വഭാവം അതാണ്. ദൈവത്തിന് ഏത് സമയത്തും പുതിയ കാര്യം ചെയ്യാൻ പറ്റും. കർത്താവ് എന്താ പറഞ്ഞത്? ഇപ്പം നമ്മൾ മത്തായിയുടെ സുവിശേഷമില്ലേ 3:9, ഞങ്ങൾക്ക് പിതാവായി അബ്രഹാം ഉണ്ട് എന്ന് പറഞ്ഞ് അഭിമാനിക്കേണ്ട. പഴയ കാര്യം ആണത്. ഞങ്ങൾക്ക് പിതാവായി അബ്രഹാം ഉണ്ട് എന്ന കാര്യം ഓർത്തിട്ട് അഭിമാനിക്കേണ്ട കാര്യമൊന്നുമില്ല. അതിൻ്റെ അകത്ത് അഭിമാനമാണ് അവർക്ക് തോന്നുന്നത്. പക്ഷെ അതൊന്നും വർക്കൗട്ട് ചെയ്യത്തില്ലെന്നാ പറയണത്. എന്താ കാര്യം? ഈ കല്ലുകളിൽ നിന്ന് എബ്രഹത്തിന് സന്താനങ്ങളെ പുറപ്പെടുവിക്കാൻ ദൈവത്തിന് കഴിയും. അതാണ് സംഭവം. ദൈവത്തിന്റെ കഴിവിലാണ് വിശ്വസിക്കേണ്ടത്. നീ എപ്പോഴും പുതിയ കാര്യങ്ങൾ സംഭവിക്കണത് എങ്ങനെയാണ്? ദൈവത്തിന്റെ കഴിവിലാണ്. കഴിവ് ഭയങ്കരമായിട്ടൊരു വാക്കാണ് ബൈബിളിൽ. എന്താണ്? അവൻ്റെ നാമത്തിൽ എഴുന്നെടുത്ത് യോഹന്നാൻ 1:12 എടുത്ത് ശ്രദ്ധിക്കടലിയ. യോഹന്നാൻ 1:12 തന്നെ സ്വീകരിച്ചവർക്കെല്ലാം തന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകാൻ അവൻ കഴിവ് നൽകി. അതായത് ദൈവം നമുക്ക് വിശ്വാസം പോലൊരു കഴിവാണെന്ന് പറയണത്. വലിയ കപ്പാസിറ്റിയാണ്. കപ്പാസിറ്റി, ഫെയ്ത്ത് ഈസ് എ കപ്പാസിറ്റി എന്നാണ് ബൈബിളിൻ്റെ വെളിപ്പാട്. ഓക്കെ, അതുകൊണ്ട് ഈ വിശ്വാസം ആർജിക്കുന്നതാണ് ഈ ലോകത്തിലുള്ള പരാജയങ്ങളെ നമ്മുടെ കഴിവ് കെട്ടവരാക്കുന്ന നമ്മളാണ്. അതുകൊണ്ടാണ് ബൈബിൾ പറയണത്, നമ്മുടെ ഐസയ 43:18 പറയണത്, കഴിഞ്ഞ കാലങ്ങളെ നിങ്ങളെ ഓർത്താൽ നിങ്ങൾ കഴിവ് കെട്ടവരാകും. അതുകൊണ്ട് ദൈവത്തിന് വിശ്വസിക്കുക. കാര്യം എന്താണ്? 3:19 ഈ കല്ലിൽ നിന്ന് പോരും. കല്ലാണ് നീ, നിന്റെ ഗർഭപാത്രം കല്ലാണ്. നിന്റെ ഭർത്താവിന് ബീജമില്ല, കണ്ട ഉൽപ്പാദിപ്പിക്കാൻ പറ്റണില്ല, നിന്റെ ബോഡി ഒരു വന്ധ്യത്വം നിറഞ്ഞതാണ്. പക്ഷെ അതൊന്നും ദൈവത്തിന് പ്രശ്നമല്ല. കൃപാസനത്തിൻ്റെ സ്ഥിതി അറിയാമോ? 23 വർഷമായിട്ട് മക്കളില്ലാത്തവർ തൊട്ടിങ്ങോട്ട് 10 വർഷം മക്കളില്ലാത്തവർ എത്രയോ നൂറുകണക്കിന് കുഞ്ഞുങ്ങളെയാണ്. ഒരു കുഞ്ഞിനെ ചോദിക്കുമ്പോൾ 14 വർഷമായിട്ട് മക്കളിലായിരിക്കുമ്പോൾ ഒരു കുഞ്ഞിനെ കണ്ണിനോട് ചോദിക്കുമ്പോൾ ഉടമ്പെടുക്കുമ്പോൾ അവർ 3 കുഞ്ഞുങ്ങളെയും കൊണ്ടാണ് ഇടത്തുമായിരുന്നു സാക്ഷ്യം പറഞ്ഞത്. ഇതൊരു സങ്കല്പമല്ല, നമ്മൾ തൊട്ടറിവാണ് ശരിക്കും പറഞ്ഞാൽ. ടാഞ്ചിബിൾ ഗോഡ്. ഈ കൃപാസന ലോകത്തോട് പറഞ്ഞത് എന്താണ്? ഗോഡ് ഈസ് സോ ടാഞ്ചിബിൾ. ദൈവം സ്പർശ്യമാണ്. ബൈബിൾ പറഞ്ഞത് എന്താണ്? ദൈവം സ്നേഹമാണെന്ന്. അതിൻ്റെ പുതിയ കാല വേർഷനിലൂടെ ദൈവം കൃപാസനത്തിലൂടെ പറഞ്ഞത് എന്താണ്? ദൈവം സ്പർശ്യമാണ്. ദൈവം ഗോഡ് ഈസ് സോ ടാഞ്ചിബിൾ. അപ്പം നിന്റെ ദൈവം നിന്റെ കര ഗ്രഹിച്ചുകൊണ്ട് നിന്റെ കല്ലുകളിൽ നിന്ന് പോലും നിന്റെ പ്രതീക്ഷ നശിച്ച ഇനി അവിടെ വർക്കിയിട്ട് കാര്യമില്ല വിചാരിക്കുന്നത് പോലും നിനക്ക് ദൈവത്തെ പ്രത്യാശയോടെ കൊണ്ടുവരാൻ കഴിയും. അതാണ് ഐസയ 43:10 പറയുന്നത്, ഒരു പുതിയ കാര്യം ചെയ്യാൻ പോകും. അതുകൊണ്ട് ദൈവത്തിൻ്റെ പുതിയ കാര്യം ചെയ്യാൻ ദൈവത്തെ അനുഭവിച്ചുകൊണ്ട് പ്രത്യാശയോടെ വിശുദ്ധിയോടെ ദൈവത്തിൻ്റെ തന്നെ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ഈ ദിവസം നിങ്ങളെ പ്രത്യേകം സഹായിക്കട്ടെ. ഉടമ്പടിയുടെ ഒരു ലക്ഷ്യമെന്ന് പറയുന്നത് എന്താണ്? ഉടമ്പടി ഫോക്കസ് എന്താ? ടൈമാണ് ഫോക്കസ് ചെയ്യണത്. എപ്പോഴും നമ്മൾ ഓർത്തേക്കണം, നമ്മുടെ ഒരു പ്രാർത്ഥനകളും ടൈമിനെ ഫോക്കസ് ചെയ്യുന്നില്ല. പക്ഷേ നമ്മുടെ ജീവിതത്തെ ഉയർത്തുകയും താഴ്ത്തുകയും ചെയ്യുന്ന കണ്ടൻറ്റ് ടൈമാണ്. ടൈമല്ലേ ശരി. ഇപ്പോൾ ഇന്നലെ എൻ്റെ കയ്യെ പിടിച്ചുകൊണ്ട് കുറേ കുഞ്ഞുങ്ങൾ പറഞ്ഞു വെച്ചാൽ ലാസ്റ്റ് ചാൻസ് ആണെന്ന്. അത് ലാസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ഫസ്റ്റും ലാസ്റ്റും ടൈമാണ്. അതാ സംഭവം. ഇത് ലാസ്റ്റ് ചാൻസ് ആണെന്ന് പറയുന്നത് എന്താണ്? ടൈമാണ്. അപ്പോൾ ഉടമ്പടിയുടെ പ്രധാനപ്പെട്ട ഫോക്കൽ പോയിൻ്റ് ടൈമാണ്. സുവിശേഷത്തിൻ്റെ ഫോക്കൽ പോയിൻ്റ് ടൈമാണ്. മദറിൻ്റെ ഫോക്കൽ പോയിൻ്റ് ടൈമാണ്. മദർ വന്ന് ഈശോയോട് പറയും, അപ്പോൾ ഈശോ പറയും സമയം ആയില്ല എന്ന് പറയും. ആയില്ല എന്ന് പറഞ്ഞിട്ടും പിന്നെ എന്തുകൊണ്ടാണ് ഈശോ വെള്ളത്തെ വീഞ്ഞാക്കിക്കൊണ്ട് അവരുടെ ആവശ്യം നിറവേറ്റണത്? അപ്പോൾ സമയമാക്കിയത് ആരാണ്? അമ്മയല്ലേ. അപ്പോൾ അമ്മയാണ്. അപ്പോഴേ ഈ സമയത്തിൻ്റെ ദൈവത്തിൻ്റെ പരിഗണനയിരുന്ന സമയത്തെ മനുഷ്യൻ്റെ ആവശ്യങ്ങളിലേക്ക് പിടിച്ചിറക്കി കൊണ്ടുവരികയും സമയത്തിൻ്റെ പൂർണ്ണതയാക്കുകയും ചെയ്യുന്നതിൻ്റെ ഒരു ഏജൻറ് റോളുള്ളത് അമ്മയ്ക്കാണ്. ഇതാണ് ഉടമ്പടിയുടെ ഒരു പ്രധാനപ്പെട്ട റെഫറൻസ്. ഇനി ഈശോ വരുമ്പോഴും എന്താ പറയണത്? സമയം പൂർത്തിയായി, അതുകൊണ്ട് അനുദപിക്കണം. പിന്നെന്ത് ചെയ്യണം? സുവിശേഷത്തിൽ വിശ്വസിക്കണം. എന്ന് വെച്ചാൽ ക്രിസ്തുവിൽ വിശ്വസിക്കണമെന്ന് എൻ്റെ അർത്ഥം. സുവിശേഷത്തിൽ വിശ്വസിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിസ്തുവിൽ വിശ്വസിക്കുക എന്നാണ്. അപ്പം സമയം പൂർത്തിയാകണം എപ്പോഴാണ്? നമ്മളുടെ മെരിറ്റ് എപ്പോൾ ലോസ് ചെയ്യുന്നു, അപ്പം സമയം പൂർത്തിയായി.
എന്തിൻ്റെ സമയം പൂർത്തിയായി? കൃപയുടെ സമയം പൂർത്തിയായി. കൃപയുടെ സമയം എന്ന് പറയുന്നത് എന്താണ്? നിനക്ക് ക്രിസ്തുവിനെ സ്വീകരിക്കാനുള്ള സമയം പൂർത്തിയായി. കൈയടിച്ച് കർത്താവ് ഹല്ലേലൂയ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി ഹല്ലേലൂയ 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 ഞങ്ങളുടെ ജീവിതത്തിന്റെ കൃപയുടെ സമയം വിവേചിച്ചറിയുവാൻ ഞങ്ങളെ ആരാധനയിലൂടെ അഭിഷേകം ചെയ്യണം. അപ്പം കൃപയുടെ പുതിയ നിയമത്തിലേക്ക് വരുമ്പോഴേ കൃപയുടെ സമയമാണ് പൂർത്തിയാകുന്നത്. കൃപയുടെ സമയം പൂർത്തിയാക്കുന്നത് ആരാണ്? അതുകൊണ്ടാണ് നമ്മൾ കൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് നിന്നോട് കൂടെ എന്ന് പറയുന്നത്. കൃപയുടെ സമയം പൂർത്തിയാക്കുന്നത് ആരാണ്? പരിശുദ്ധമ്മയാണ് ആ പൂർത്തിയാക്കുന്നത്. അപ്പോൾ നമ്മളെപ്പോഴും ഫോക്കസ് ചെയ്യേണ്ടത് ഇപ്പം അനുദപിക്കുക, സുവിശേഷത്തെ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ ആ വിശ്വാസ കാലം എന്ന് പറയുന്നത് അനുതാപത്തിൻ്റെ കാലമല്ല. ഇറ്റ് ഈസ് ഗുഡ് ബൈ. മനസ്സിലായില്ലേ? അത് കൃപയുടെ കാലമാണ്. ഇപ്പം യേശു മർക്കോസ് 1:15 എന്താണ്? അനുദപിക്കുക, സുവിശേഷത്തിൽ വിശ്വസിക്കുക. അനുദപിക്കുക, ക്രിസ്തുവിൽ വിശ്വസിക്കുക. ക്രിസ്തുവിൽ വിശ്വസിച്ച് കഴിഞ്ഞാൽ പിന്നെ അനുതാപത്തിൻ്റെ വിഷയമില്ല. പിന്നെ എന്താണ്? പിന്നെ കൃപ. നമ്മൾ പാപത്തെ ഫോക്കസ് ചെയ്യണില്ല. പാപത്തെ വീണ്ടെടുത്ത ക്രിസ്തുവിനെ വിശ്വസിച്ച് കഴിയുമ്പോൾ പിന്നെ നമ്മൾ എന്താ ചെയ്യണം? പാപത്തേക്കാൾ ഉപരി നമ്മൾ എന്തിനെ ഫോക്കസ് ചെയ്യും? കൃപയെ ഫോക്കസ് ചെയ്യും. ഈ കൃപയുടെ സമയത്തിലാണ് നമ്മൾ വിശ്വാസ ജീവിതം നയിക്കണത്. കൈയടിച്ച് കൊടുത്താൽ റോമ 6:14 കൃപയുടെ സമയത്തെക്കുറിച്ച് പറയുന്നതാണ്. പലപ്പോഴും നമ്മൾ പാപത്തെയാണ് ക്രിസ്തുവിനെ സ്വീകരിച്ചിട്ടും നമ്മൾ ക്രിസ്തുവിനേക്കാൾ ഉപരി പാപത്തെ ഫോക്കസ് ചെയ്യുന്ന ആധ്യാത്മികതയുണ്ട്. അതും ആധ്യാത്മികത തന്നെയാണ്. പക്ഷേ ക്വാളിറ്റേറ്റീവ്ലി അത് കുറച്ച് ഡിഗ്രി കുറവുള്ളതാണ്. കാര്യം ക്രിസ്തുവിനെ ഫോക്കസ് ചെയ്താൽ പിന്നെ പാപത്തിന് പരിഹാരം ചെയ്തവനെ നമ്മൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പാപത്തെ, ലോകത്തെ ജയിച്ചാണ് ജീവിക്കുന്നത്. ലോകത്തെ ജയിച്ച് ജീവിക്കുന്നത് എങ്ങനെയാണ്? പാപത്തിന് പകരം നമ്മൾ കൃപയെ ഫോക്കസ് ചെയ്യും. മനസ്സിലായില്ലേ? ഫോക്കസിങ്ങിൻ്റെ പ്രോബ്ലമാണ് ഇവിടെ. നമ്മൾ പാപത്തെ ഫോക്കസ് ചെയ്യുന്നതിന് പകരം ഉടമ്പടിയിലുള്ളവർ കൃപയെയാണ് ഫോക്കസ് ചെയ്യേണ്ടത്. റോമ 6:14 പാപം നിങ്ങളുടെ മേൽ ഭരണം നടത്തുകയില്ല, കാരണം നിങ്ങൾ നിയമത്തിന് കീഴിലല്ല, കൃപയ്ക്ക് കീഴിലാണ്. പറഞ്ഞേ പാപം നിങ്ങളുടെ മേൽ ഭരണം നടത്തുകയില്ല, കാരണം നിങ്ങൾ നിയമത്തിന് കീഴിലല്ല, കൃപയ്ക്ക് കീഴിലാണ്. പഴയ നിയമം ഉടമ്പടിയല്ല, നിയമത്തിന് കീഴിലാണ്, കൃപയ്ക്ക് കീഴിലല്ല. പഴയ നിയമം ഉടമ്പടിയുടെ ഒരു പോരായ്മ അതെല്ലാം നിയമത്തിന് കീഴിലാണ്, കൃപയ്ക്ക് കീഴിലല്ല. പുതിയ നിയമം ഉടമ്പടിയിൽ എന്താണ്? കൃപയ്ക്ക് കീഴിലാണ്. എന്താ കാര്യം? ക്രിസ്തു നേടിയെടുത്ത കൃപ ടാപ്പ് ചെയ്യാൻ പറ്റൂ. എങ്ങനെ പറ്റും? അതാണ് നമ്മുടെ ലക്ഷ്യം. എങ്ങനെ പാപം ഒഴിവാക്കി ജീവിക്കാൻ പറ്റുമെന്നല്ല. അതൊരു ഡൗൺ റോഡായിട്ടുള്ള ഒരു അർത്ഥമാറ്റിക് ആയിട്ടുള്ള ഒരു ആധ്യാത്മികതയാണ്. ഒരു ജിയോമെട്രിക്കൽ ആധ്യാത്മികത വേണം. ക്ഷേത്രഗണിത പ്രകാരമുള്ള ഇപ്പോൾ ഒരു സൈക്കിള്, ഒരു വിമാനം, രണ്ടും ലക്ഷ്യത്തിലെത്താൻ പറ്റുമായിരിക്കും വേണമെങ്കിൽ. ഇപ്പോൾ എൻ്റെ സഹോദരൻ, എൻ്റെ ഒരു സഹപ്രവർത്തകൻ, ഇപ്പോൾ അദ്ദേഹം സൈക്കിളിന് തിരുവനന്തപുരത്ത് നിന്ന് ഗോവ വരെ പോയി. 2 മാസം എടുത്തതേ ഉള്ളൂ. ഗോവയിൽ പോകണമെങ്കിൽ 2 മണിക്കൂർ മതി. നമ്മൾ പാപത്തെ ഫോക്കസ് ചെയ്താൽ സൈക്കിളിന് പോകണ പോലെ ഇരിക്കും. കൃപയെ ഫോക്കസ് ചെയ്താൽ നമ്മൾ എന്ത് പത്രം കൊടുത്താലും കൃപ വേണമെന്ന് പറയണം. രോഗിയെ പോയി കണ്ടാലും ക്രിസ്തു നീ എടുത്തത് കൃപയിൽ എന്നെ പങ്കാളിയാക്കണം. കൃപയെ ഫോക്കസ് ചെയ്താൽ വിമാനത്തിൽ പോണ പോലെ ഇരിക്കും. 2 മണിക്കൂർ കൊണ്ട് ടൈം ഷോർട്ട് ചെയ്യണത് കൃപയാണ്. കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ. പരമദിവ്യകാരുണ്യത്തിന് കഴിഞ്ഞ ദിവസങ്ങളിലെ അതാണ് കൃപ വരുമ്പോൾ ഉണ്ടാകുന്ന പ്രത്യേകത. കഴിഞ്ഞ ദിവസങ്ങളിലെ ഒരു സാക്ഷ്യം പറഞ്ഞ്, അതായത് ഷി വാസ് ടോട്ടലി എൻഗ്രേസ്ഡ്. കൃപ നിറഞ്ഞൊരു സിറ്റുവേഷനിൽ അവൾ സാക്ഷ്യം പറഞ്ഞപ്പോൾ പെട്ടെന്നൊരു വചനം പറഞ്ഞു. എന്താണ്? എന്നെ ശക്തനാക്കുന്നതിലൂടെ ബാക്കി പറ എനിക്ക് എല്ലാം ചെയ്യാൻ കഴിയും. അത് കൃപയ്ക്കുള്ള ഗുണവതാണ്. കൃപ എന്ന് പറയുന്നത് ശക്തി തന്നെയാണ്. കൃപയ്ക്ക് ബൈബിൾ ഉപയോഗിക്കുന്ന ഒരു വാക്ക് ശക്തി എന്ന് കൂടിയാണ്. കരുണയെന്ന് ഉപയോഗിക്കും, ശക്തി എന്ന് ഉപയോഗിക്കും. ദൈവത്തിൻ്റെ കരുണ കൊണ്ടാണ് നമുക്ക് കൃപ ലഭിക്കുന്നത്. കൃപ ലഭിച്ചു കഴിഞ്ഞാൽ നമ്മൾ പവർഫുള്ളാവും. അതാണ് ഫിലിപ്പിയർ 4:13. ഫിലിപ്പി 4:13 എന്നെ ശക്തനാക്കുന്നവനിലൂടെ എല്ലാം ചെയ്യാൻ എനിക്ക് സാധിക്കും. പറഞ്ഞേ, എന്നെ ശക്തനാക്കുന്നവനിലൂടെ എല്ലാം ചെയ്യാൻ എനിക്ക് സാധിക്കും. അപ്പോൾ ഒന്നും ചെയ്യാൻ സാധിക്കാത്ത അവസ്ഥ വരും ജീവിതത്തിലെ. ഭർത്താവ് മരിച്ച്, കുഞ്ഞിന് രോഗമാണ്, നമ്മൾ നിസ്സഹായം നിൽക്കുന്നത്, ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ.
നമുക്ക് സാമ്പത്തിക കടമാണ്, വീട്ടിൽ എപ്പോഴും ഫോൺ എടുക്കാൻ പോലും എനിക്ക് പേടിയാണ്, ഫോൺ കടക്കാരെന്നെ വിളിച്ച് ശല്യപ്പെടുത്തുന്നതാണ്, എനിക്ക് എഴുന്നേൽക്കുമ്പോൾ തന്നെ കണ്ണ് തുറക്കുമ്പോൾ തന്നെ പേടിയാണ്, ഇന്ന് ആരൊക്കെയാണ് വന്ന് വീട്ടിൽ ശല്യപ്പെടുത്താൻ പോണത്, നാട്ടുകാരുടെ മുമ്പ് അപമാനപ്പെടാൻ പോണത്, എനിക്ക് ജീവിക്കാൻ തന്നെ തോന്നണില്ല. ഇങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. ഈ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ നിന്നാണ് ബൈബിൾ നിന്നെ എല്ലാം ചെയ്യാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് മാറ്റുന്നത്. അതാരാണ്? ഫിലിപ്പിയർ 4:13. എന്താണ്? എന്നെ ശക്തനാക്കുന്നതിലൂടെ എനിക്ക് എല്ലാം ചെയ്യാൻ പറ്റും. ഇത് പറഞ്ഞ ആളാരാണെന്ന് അറിയാമോ? ഒരു ദീപ്തിയാണ് പറഞ്ഞിരിക്കുന്നത്, ബാംഗ്ലൂരിൽ നിന്ന്. ഇന്നലത്തെ സാക്ഷിയാണ് ദീപ്തി, ബാംഗ്ലൂരിൻ്റെ ഇന്നലത്തെ സാക്ഷി. ഇന്ന് അപ്പ് ചെയ്യുന്നുണ്ടത്. ദീപ്തിയുടെ പ്രശ്നം നിങ്ങൾ കേൾക്കണം. അതായത് ദീപ്തി ഒരു നല്ല ഓഫീസർ, ഗവൺമെൻറ് ഓഫീസറാണ്. എനിക്കുള്ളത് 50,000 രൂപ അല്ലെങ്കിൽ 75 രൂപ എങ്ങനെ ശമ്പളമുണ്ട് നമ്മുടെ നാട്ടിൽ. അപ്പോൾ ഈ ഗവൺമെൻറ് ഓഫീസറിൻ്റെ പ്രശ്നം എന്താ? അല്ല, ഈ കമ്പനി സ്റ്റാഫിൻ്റെ പ്രശ്നം എന്താ? അവർ ഭർത്താവും ഭാര്യയും തമ്മിൽ യോജിക്കണില്ല. യോജിക്കാത്തതിന് കാരണം ഭർത്താവ് എപ്പോഴും ഇവരെ ഹെറാസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ വന്ന് ഇവർ തമ്മിൽ എപ്പോഴും ഭയങ്കര വീട്ടിൽ വന്ന് കയറിയാൽ ഇവർ തമ്മിൽ ഉടക്കാണ് ഓരോ കാര്യങ്ങൾക്ക്. അപ്പോൾ ജീവിക്കാൻ തന്നെ ഇവർക്ക് തോന്നണില്ല. അപ്പോൾ ഭർത്താവിനാണ് എപ്പോഴും വയലൻ്റ് ആകുകയും അതുപോലെ തന്നെ ഡിപ്രഷൻ സ്വഭാവം കാണിക്കുകയും ഭാര്യയുടെ കരുത്തേക്ക് കയറുകയും കുടുംബം കുട്ടിച്ചോറാകുകയും ചെയ്യുമ്പോൾ വീട്ടുകാർ കൊണ്ട് ഭർത്താവിനെ സൈക്കാട്രിസ്റ്റിൽ കൊണ്ടുപോകും. ഇപ്പോൾ ബാംഗ്ലൂരിലുള്ള നല്ല സൈക്കാട്രിയിൽ കൊണ്ടുപോകും. ഇപ്പോൾ 1 മണിക്കൂറിന് ടോക്ക് കൗൺസിലിംഗ് ആണുള്ളത്. അവിടെ സംസാരിച്ച് ഹീൽ ചെയ്യണതാണ്. 1 മണിക്കൂറിന് അപ്പോയിൻമെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ 2,500 രൂപയാണ്. അപ്പോൾ ഹൈപ്പർ ടെൻഷനുള്ള ഹസ്ബൻഡിനെ തെറാപ്പി ഉൾപ്പെടെ സംസാര ചികിത്സയ്ക്ക് കൊണ്ടുപോയിട്ട് അവസാനം ഒരു 2-3 സിറ്റിംഗ് കഴിയും. അങ്ങനെ 7,500 രൂപ സൈക്കോളജിക്കൽ കൗൺസിലിങ്ങിന് വേണ്ടി ഭർത്താവിൻ്റെ മാനസിക അസുഖം മാറാൻ വേണ്ടി, ഡിപ്രഷൻ മാറാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾക്ക് മാറ്റമൊന്നുമില്ല. അവസാനം കൗൺസിലർ പറയും പ്രധാനപ്പെട്ട കാര്യം ഭാര്യയാണ്. ഓക്കെ, കാര്യം നമ്മൾ നോക്കണ്ടല്ലേ. ഈ ഇത്രയും ചികിത്സ കഴിഞ്ഞപ്പോഴേ ഒരു സംഭവം കണ്ടുപിടിച്ച് കുടുംബത്തിലുണ്ടാകുന്ന അസമാധാനവും ഇയാളുടെ മാനസിക രോഗത്തിനെല്ലാം കാരണം ആരാണ്? ഭാര്യയാണ്. ഭാര്യ വീട്ടിലില്ലേ, അവർ മിക്കവാറും ഓഫീസിലായിരിക്കും. അപ്പോൾ വീട്ടുകാരെല്ലാം കൂടി ഭാര്യയുടെ കരുത്തേക്ക് കയറി. അത് കഴിഞ്ഞപ്പോൾ ഇവക്ക് ടെൻഷനായി. ഇവക്ക് ഉറക്കം പോയി കഴിഞ്ഞാൽ പിന്നെ അറിയാമല്ലോ, എല്ലാം പോവില്ല. ഇവളെയും കൊണ്ട് വേറെ സൈക്കാട്രിസ്റ്റിനടുത്ത് കാണിച്ച്. ഓരോ മനുഷ്യന്മാർ ഈ കാലത്ത് ജീവിക്കണതാണ്. വിദ്യാഭ്യാസം കൂടി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന അവസ്ഥയാണ്. ചില ആൾക്കാർക്ക് വിശ്വാസം കൂടും, ചിലർക്ക് വിദ്യാഭ്യാസം കൂടും. വിദ്യാഭ്യാസം കൂടിയവർ ആ മേഖലയിലെ ചിന്തിക്കത്തുള്ളൂ. ഇത് മാനസിക പ്രശ്നമാണ്, അതിന് സൈക്കാട്രിയിലാണ് പോകേണ്ടതെന്ന്. എൻ്റെ ദൈവമേ, സഭയുടെ ഗതികേട് ഇപ്പോൾ ഇത് തന്നെയാണ്. സഭയിലും പ്രശ്നങ്ങൾ വരുമ്പോൾ ഇതുപോലെ സഭയ്ക്ക് അഭിഷേകം കൊടുത്തിട്ടുണ്ട്. പട്ടത്തിൻ്റെ കൗൺസിലിംഗാണ് പരിശുദ്ധാത്മാവിൻ്റെ ഏറ്റവും വലിയ സംഭവമാണ് ഉപദേശപരം എന്ന് പറയുന്നത്. അതിന് 2,500 രൂപ ആവശ്യമില്ല, ചുമ്മാ കണ്ടാൽ മതി, വിശ്വാസം മാത്രം മതി. സഭയ്ക്ക് ആ സാധനം ചില അച്ഛന്മാർക്ക് നഷ്ടപ്പെടുകയും അവന്മാർ പോയി സൈക്കോളജി കൗൺസിലിംഗ് പഠിക്കുകയും ചെയ്യുമ്പോൾ ജനങ്ങളെ ഇപ്പോൾ ആ രീതിയിലാണ് ഉദ്ധരിക്കാൻ പോണത്. ക്രിസ്തുവിനെ കിട്ടുമോ? അവർക്ക് ഉദ്ധരിക്കാൻ പറ്റുമായിരിക്കും, അവർക്ക് ക്രിസ്തുവിനെ കിട്ടുക. സഭയ്ക്ക് അങ്ങനെ കേവല ഉദ്ധാരണത്തിനൊന്നുമല്ല സഭ ഉണ്ടാക്കിയിരിക്കുന്നത്, ക്രിസ്തുവിനെ കൊടുക്കാനാണ്. അതാണ് ഈശോ പറഞ്ഞത്, അധ്വാനിക്കുന്നവനാണ് നീ, പ്രഷർ എടുക്കുന്നവനാണ്, പക്ഷെ നീ എൻ്റെ അടുത്ത് വരണം, ഞാൻ നിന്നെ ആശ്വസിപ്പിക്കാം. കൈയടിച്ച് കർത്താവ് ഇപ്പോൾ എന്നാ പറ്റിയിരിക്കണേ? ഭാര്യയും ഭർത്താവും ഓരോ സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്ത് ക്ലിനിക്കിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് കൗൺസിലിങ്ങിന് വേണ്ടി. എന്തിനാണ്? വീട്ടു പ്രശ്നത്തിന് വേണ്ടി. പക്ഷേ അവിടെ ഒന്നും താക്കോല് കിട്ടണില്ല, ഇത് തുറക്കാനുള്ള താക്കോലില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ ബൈ ചാൻസ് ആയിട്ടൊരു ഉടമ്പടി ധ്യാനം കൂടാൻ തയ്യാറായി. ഓൺലൈനിൽ ഒരു ഉടമ്പടി ധ്യാനം കൂടി. അപ്പോൾ അവർ പറയണത്, ഒരു ധ്യാനം കൂടിയപ്പോൾ നിവൃത്തിയിൽ കേടായി വന്നപ്പോഴാണ് ഇങ്ങനെ ഒരു, ഇത് ആരും പറഞ്ഞതല്ല, മൊബൈലേ വന്നപ്പോൾ അവർ കേട്ട ഉടനെ ഉടമ്പടി ധ്യാനത്തെ അറിയാമല്ലോ, അതിൻ്റെതായിട്ടുള്ള അഭിഷേകം ഉണ്ടാവും എപ്പോഴും. ഈ അഭിഷേകത്തിൽ ഇവർ ട്രയാങ്കുലേറ്റ് ഫീൽ ചെയ്തു. ഇവർക്ക് ആ സാക്ഷ്യം നിങ്ങൾ ഇന്ന് കേൾക്കണം, ഇന്ന് അപ്പ് ചെയ്യുന്നുണ്ട്. അതായത് പെട്ടെന്ന് ഇവർ എത്രയോ ദിവസങ്ങളായി ഹൃദയത്തിൽ ഭാരവും കൊണ്ട് 5-10 ടൺ ഇങ്ങനെ ഹൃദയത്തിലിരിക്കണം, നിങ്ങുന്ന അവസ്ഥയാണ്. ഉറക്കമില്ലാതെ, സമാധാനം ഇല്ലാതെ, ഭർത്താവും ഭാര്യയും തമ്മിൽ ധാരണയില്ലാതെ, എപ്പോഴും ഒരു വിഷയം. അപ്പോൾ ഉടനെ ഇവരെന്ത്, ഈ ഒറ്റ ധ്യാനം കൊണ്ട് ഇവർക്കൊരു
അഭവമായിട്ടുള്ള ഒരു ആശ്വാസം കിട്ടും. അപ്പോൾ ഇവരതിനെ പറയണത് സാന്നിധ്യം എന്നാണ് പറയുന്നത്. സാക്ഷ്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, എനിക്ക് ദൈവത്തിൻ്റെ ഒരു സാന്നിധ്യം എൻ്റെ മനസ്സിൽ കിട്ടി ആ ധ്യാനം കൂടിയപ്പോൾ. അപ്പോൾ ആ ധ്യാനത്തിൽ എന്നിട്ട് അപ്പോഴെനിക്ക് മതി, ഇറ്റ്സ് ഓക്കെ, ഇത് മതിയല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് ഇവൾ ധ്യാനങ്ങൾ കൂടി. അപ്പോൾ എൻ്റെ ധ്യാനം കൂടി, വിജയകുമാർ സാറിൻ്റെ ധ്യാനം കൂടി. അങ്ങനെ അവരിതിൻ്റെ അകത്ത് അപ്പോൾ ഇവൾ പറഞ്ഞ്, പക്ഷേ 3 ദിവസം കഴിഞ്ഞപ്പോൾ അപ്പോൾ ഈ ധ്യാനം കൂടാൻ കാരണം, ധ്യാനം കൂടുന്ന സമയത്ത് ഒരു ഓൺലൈൻ ഉടമ്പടി എടുത്ത് ധ്യാനം കണ്ടപ്പോൾ, ധ്യാനം അവർക്കൊരു ആന്തരികമായൊരു ഫീലിംഗ് കൊടുത്തപ്പോൾ അവരാദ്യം ചെയ്തത് എന്താണ്, ബാംഗ്ലൂരല്ലേ, ഇവിടം വരെ പെട്ടെന്ന് വരാൻ പറ്റത്തില്ലല്ലോ, അതുകൊണ്ട് അവർ ഓൺലൈൻ ഉടമ്പടി എടുത്ത്. ഓൺലൈൻ ഉടമ്പടി എടുത്തപ്പോൾ ഒരു ഫസ്റ്റ് സംഭവം നടന്ന് എന്താണ്, ഒരു പ്രസൻസ് ഫീൽ ചെയ്തു. ആദ്യം ആശ്വാസം, ധ്യാനം കൂടിയപ്പോൾ ആശ്വാസമാണ് തോന്നിയത്. അതിൻ്റെ ഒരു പ്രോസസ്സിങ് നോക്കണം, നല്ല രസമാണ്. ധ്യാനം കൂടിയപ്പോൾ അവർക്ക് ആശ്വാസം തോന്നി. പിന്നെ എന്ത് ചെയ്തു, അവരോട് ഓൺലൈൻ ഉടമ്പടി എടുത്തു. ഓൺലൈൻ ഉടമ്പടി എടുത്തപ്പോൾ ഇവർക്കുണ്ടായ മാറ്റം, ഒരു പ്രസൻസ് ഫീൽ ചെയ്യാൻ തുടങ്ങി. ആരോ എൻ്റെ ഉള്ളിലുണ്ട് എന്ന് പറയണേ. ഞാൻ സംസാരിക്കുന്നവരൊക്കെ എന്നോട് പറയണേ, നിൻ്റെ ഉള്ളിൽ എന്തോ ദൈവികത ഉണ്ടല്ലോ. അപ്പോൾ അവർക്ക് മനസ്സിലായി എന്തോ എനിക്ക് സംഭവിച്ചിട്ടുണ്ട് ഓൺലൈൻ ഉടമ്പടിയിലൂടെ. അവർ ആ ഹൈലി എഡ്യൂക്കേറ്റഡ് ആയത് കാരണം അതിൻ്റെ കണ്ടീഷൻസ് ആൻഡ് ടേംസ് എല്ലാം കൃത്യമായിട്ട് നോക്കിയാണ് ഫോളോ ചെയ്യണത്. ഫോളോ ചെയ്യുന്ന സമയത്ത് അവൾ ചെയ്ത കാര്യം, ഈ പ്രസൻസ് നിലനിർത്താൻ വേണ്ടി പിന്നെ അടുത്ത നടപടി എന്താണെന്നാണ് ഇവിടെ ചിന്ത. ഓൺലൈൻ ഉടമ്പടിയിൽ പ്രസൻസ് കിട്ടി, സാന്നിധ്യം കിട്ടി ദൈവത്തിൻ്റെ. അപ്പോൾ ഒരു ശക്തിയും കിട്ടുമല്ല, മറ്റത് ആശ്വാസം മാത്രമാണ് കിട്ടിയത്. ഇപ്പോൾ ശക്തിയും കിട്ടി. ഇപ്പോൾ ഇനി അവളുടെ ലക്ഷ്യമെന്ന് പറയുന്നത്, ഇത് നല്ലൊരു പരിപാടിയാണ്, നല്ലൊരു പാക്കേജാണ്. ഇനി ഈ ശക്തി എപ്പോഴും ഇങ്ങനെ സാന്നിധ്യം നിലനിർത്താൻ എന്താണ് പരിപാടിയെന്ന് ചിന്തിച്ചപ്പോൾ പെട്ടെന്ന് ഈ സാന്നിധ്യം അവളുടെ ഉള്ളിൽ നിന്ന് പോയി. സാന്നിധ്യം പോയി കഴിഞ്ഞപ്പോൾ ഒക്കെ മനസ്സിലായി, എൻ്റെ പാപങ്ങൾ കൊണ്ടായിരിക്കും സാന്നിധ്യം പോയി. ഇവിടെയാണ് പാപത്തിൻ്റെ വിഷയം നമ്മൾ റെഫർ ചെയ്യണത്. ഇവിടെയാണ് ഈ പ്രസൻസും സിൻഫുൾനെസ്സും ഒരുമിച്ച് പോകത്തില്ല. നമുക്ക് സിൻഫുൾനെസ് ഉണ്ടെങ്കിൽ പ്രസൻസ് ഉണ്ടാകാൻ ഫീൽ ചെയ്യത്തില്ല. മനസ്സിലായില്ലേ? ഉടമ്പടി വരുന്നൊരു വിഷയം, പാപത്തെ നമുക്കങ്ങനെ ഒഴിവാക്കിക്കൊണ്ട് ഉടമ്പടിയിലേക്ക് പോകാൻ പറ്റത്തില്ല. ഉടമ്പടി വരുമ്പോൾ ഉടമ്പടിയിൽ വരണത് ഒന്ന് വചനത്തിൻ്റെ ആശ്വാസം ഉണ്ടാവും, രണ്ടാമത്തത് ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ടാവും. പക്ഷേ സാന്നിധ്യം അങ്ങനെ നിലനിൽക്കത്തില്ല. കാര്യം എന്താണ്, നമുക്ക് പാപാവസ്ഥ ഉണ്ടെങ്കിൽ സാന്നിധ്യം നിലനിൽക്കത്തില്ല. അപ്പോൾ നിങ്ങൾ അക്രൈസ്തവരായിട്ടുള്ള സഹോദരൻ ഓർത്തും, ഞങ്ങൾ പാപാവസ്ഥയ്ക്ക് എന്ത് ചെയ്യാനാണ്? നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് പാപത്തെ ഉപേക്ഷിക്കണം. നിങ്ങൾ പാപത്തെ എന്തിനാണ്, പാപം കൊണ്ടു നടക്കാൻ എന്തിനാണ്? അപ്പോൾ പാപം എന്താണെന്ന് അറിയണം. പാപത്തെ നിങ്ങളെ വിശുദ്ധിയിലേക്ക് വരണം, അല്ലെങ്കിൽ സാന്നിധ്യത്തിൻ്റെ അകത്ത് ഒരു ഡിമിനിഷിങ് ഉണ്ടാവും. നിങ്ങൾക്ക് കുമ്പസാരിക്കാനും കൂതാശമൊന്നും ഇല്ലല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാവുന്നത് പാപാവസ്ഥ മാറ്റിയിട്ട്, പാപാവസ്ഥ എന്തിനാണ് മാറ്റേണ്ടത്? വരപ്രസാദ അവസ്ഥ നിലനിൽക്കാൻ വേണ്ടിയാണ്. വിശ്വാസത്താൽ നിങ്ങൾക്ക് ചെയ്തികൾ കൊണ്ടും വരപ്രസാദാവസ്ഥ, ഒരു കേവല വരപ്രസാദാവസ്ഥ നിങ്ങൾക്കുണ്ട്. അതിലൂടെ നിങ്ങൾക്കൊരു പ്രസൻസ് ഫീൽ ചെയ്യുന്നുണ്ടാകാം. അത് മുന്നോട്ട് കൊണ്ടുപോകണം. പക്ഷേ ഈ മോൾക്കുണ്ടാകുന്ന പ്രശ്നം അതല്ല. അവർ നോൺ ക്രിസ്ത്യൻ അല്ല, ക്രിസ്ത്യനാണ്, പക്ഷേ മാർത്തോമൈസാണ്. അതാണ് വിഷയം. അപ്പോൾ അവർക്ക് കുമ്പസാരമില്ല. അവൾ പറയുന്നുണ്ട്, ഞാൻ കത്തോലിക്കയിലാണ് കെട്ടിയിരിക്കണമെങ്കിലും മനസ്സുകൊണ്ട് മാർത്തോമയായിട്ടാണ് ജീവിക്കുന്നത്. എല്ലാം കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ എനിക്ക് കുമ്പസാരമില്ല, എൻ്റെ സഭയിലും കുമ്പസാരമില്ല, നോട്ട് കമ്പൽസറി. ഇപ്പോൾ ഞാൻ കുമ്പസാരിക്കാറില്ല. അപ്പോൾ പക്ഷേ ഈ എനിക്ക് ഉടമ്പടിയിലൂടെ ഓൺലൈൻ ഉടമ്പടിയിലൂടെ ലഭിച്ച വരപ്രസാദത്തിലൂടെ വന്ന ആ പ്രസൻസില്ലേ, അത് നിലനിർത്താൻ വേണ്ടി ഞാൻ പോയി കുമ്പസാരിച്ച്. കല്യാണത്തിന് കുമ്പസാരിച്ചിട്ട് പിന്നെ ഞാൻ ആദ്യം കുമ്പസാരിക്കുകയും. അപ്പോൾ എനിക്ക് മനസ്സിലായി പാപം നിലനിൽക്കുന്നുണ്ടല്ലോ. കുമ്പസാരിക്കാൻ പോയപ്പോൾ അച്ഛൻ പറഞ്ഞ്, പ്രാർത്ഥനയല്ല, പ്രാർത്ഥനയെന്ന് പറഞ്ഞാൽ ചൊല്ലണ പ്രാർത്ഥനയല്ല, ചെയ്യണ പ്രാർത്ഥനയാണ് പ്രാർത്ഥനയെന്ന് പറഞ്ഞ്. അത് അവൾ ഓർത്തിരുന്നു. അപ്പോഴവൾ വിചാരിച്ച് ചെല്ലണ പ്രാർത്ഥന, ഇപ്പോൾ എൻ്റെ പിഴ ഞാൻ എൻ്റെ വലിയ പിഴ എന്നൊക്കെ പറഞ്ഞ് മനസ്സാപ്പറയൊക്കെ നമ്മൾ ചെല്ലിയിട്ട് നമ്മൾ സ്വർഗസ്ഥനായ പിതാവ് എന്ന് പറഞ്ഞാൽ പറയുക എന്നൊക്കെ ചെല്ലിയിട്ട് പ്രായച്ചിത്വം ചെല്ലും. അപ്പം അച്ഛൻ പറഞ്ഞ്, അതുകൊണ്ട് ഈ തീ കൊണ്ട് ഈ ചേന വേഗത്തില്ല എന്ന് പറഞ്ഞു. പിന്നെ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവൾ പുറത്തിറങ്ങിയിട്ട് പറഞ്ഞു, ഞാൻ എന്താ ചെയ്യേണ്ടത്? അപ്പോൾ കുറേ ആൾക്കാർക്ക് പണ്ട് എന്തോ എഡ്യൂക്കേഷൻ സെൻറ്റർ നടത്തിയിരുന്ന ആളാണ്. അപ്പോൾ അവരെല്ലാം പരീക്ഷയ്ക്ക് പൈസ അടച്ചിട്ടുണ്ട്, പഠനത്തിന് പൈസ അടച്ചിട്ടുണ്ട്, പലർക്കും പൈസ തിരിച്ചു കൊടുത്തിട്ടില്ല. ഇവർക്കിപ്പോൾ നല്ല നിലയാണ്, ശമ്പളമൊക്കെ ആവശ്യത്തിനുണ്ട്, പക്ഷേ പഴയ കടക്കാർക്ക് പൈസ കൊടുത്തിട്ടില്ല. അപ്പോൾ കടങ്ങൾ കിടക്കുന്നിടത്തോളം കാലം, പാപങ്ങൾ കിടക്കുന്നിടത്തോളം കാലം വരപ്രസാദം ഫീൽ ചെയ്യാതെ വരും. ഇത് നിങ്ങൾ ഉടമ്പടിക്കാർ എല്ലാവരും കേൾക്കേണ്ട ധ്യാനമാണിത്. ആണായാലും പെണ്ണായാലും ക്രിസ്ത്യാനിയായാലും അക്രൈസ്തവനായാലും ദൈവത്തിൻ്റെ സാന്നിധ്യം സൗജന്യമാണ്.
പക്ഷെ നമ്മൾ ഫീൽ ചെയ്യുക എന്നുള്ളത് അനദർ കേസാണ്. നമുക്ക് ഫീൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഓക്കെ ആയിരിക്കണം. അപ്പോൾ അതുകൊണ്ട് ഉടമ്പടി ഇരിക്കുന്ന ആൾക്കാർ ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. എവിടെയെങ്കിലും നമ്മൾക്ക് അനുതാപത്തിൻ്റെ മേഖലയുണ്ടെങ്കിൽ, ഞങ്ങൾ അക്രൈസ്തവരാണ്, ഞങ്ങൾക്ക് അബോർഷൻ ചെയ്യണതിന് കുഴപ്പമില്ലെന്ന് പറഞ്ഞാൽ ഒറ്റ നടക്ക് പോകത്തില്ല. ദൈവപ്രസാദത്തിന് വേണ്ടി ദൈവം കൽപ്പിച്ചിരിക്കുന്ന പ്രമാണങ്ങൾ ഇവിടെയാണ് ശക്തമാകുന്നത്. എന്താണ്? കൊല്ലരുത്. ക്രിസ്തുവിൻ്റെ വരപ്രസാദം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അവൻ പറയണ പോലെ നിങ്ങൾ ചെയ്യണം. അല്ലാതെ നിങ്ങൾക്ക് തോന്നിയ പോലെ ജീവിച്ചിട്ട് ക്രിസ്തുവിൻ്റെ വരപ്രസാദം നിങ്ങൾ ഉടമ്പടി എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് മസിൽ പെരുപ്പിച്ച് നടന്നിട്ട് കഥയില്ല. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, ഉടമ്പടിയിൽ ലഭിക്കുന്ന വരപ്രസാദത്തിന് അനുപേക്ഷണീയമായ വിശുദ്ധ ജീവിതം നയിക്കാൻ ഞങ്ങളെ അഭിഷേകം ചെയ്യണം. വചനം പാലിക്കുവാനുള്ള വലിയ അഭിഷേകം ഈ ആരാധനയോട് ഞങ്ങൾക്ക് നൽകണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇപ്പം നിങ്ങൾ ചില ആൾക്കാർ ചിന്തിക്കുന്നത് എന്ന് പരിശുദ്ധാത്മാവിനോട് പറയണം. എന്താ ചിന്തിക്കണമെന്നറിയാവോ? ഭയങ്കര അവസ്ഥയാണ് എൻ്റേത്, പാപകരമായ ജീവിതമാണ്, പണ്ടത്തെ പാപങ്ങൾ കുടിശ്ശികയുണ്ട്, ഞാനെങ്ങനെ ഗതി പിടിക്കാനാണെന്ന്. അപ്പോൾ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് തരുന്ന ഉത്തരവുണ്ട്. നീ കൃപയെ ഫോക്കസ് ചെയ്യുക. അതാണ് നേരത്തെ പറഞ്ഞത്. നീ പാപത്തെ ഫോക്കസ് ചെയ്യരുത്. നീ എന്ത് ചെയ്യണം? കൃപയെ ഫോക്കസ് ചെയ്യണം. നിൻ്റെ ഇനിയുള്ള എല്ലാ വചനവായനകളും, നീ ഇനിയുള്ള എല്ലാ സാധുക്ഷേമ പ്രവർത്തനങ്ങളും, നിൻ്റെ എല്ലാ പിഴച്ച പ്രവർത്തനങ്ങളും കൃപയെ ഫോക്കസ് ചെയ്യണം. കൃപയെ ഫോക്കസ് ചെയ്യുമ്പോൾ എന്ത് പറ്റും? പാപത്തെ സബ്സൈഡ് ചെയ്യും. കൃപ വർദ്ധിക്കുന്നിടത്ത് വെച്ച് എന്താ പറ്റണത്? പാപം സബ്സൈഡ് ആകും. പാപത്തെ ഫോക്കസ് ചെയ്യുമ്പോൾ പാപത്തെ നേരിട്ട് ഫോക്കസ് ചെയ്താൽ പറ്റത്തില്ല. ഞാൻ പിടിച്ച് നിൽക്കും. ചില ആൾക്ക് നോൻപിന് വെള്ളമടിക്കാതെ നിർത്തിയിട്ട് നോൻപിന് ഞാൻ പിടിച്ച് നിൽക്കുമെന്ന് പറഞ്ഞിട്ട് ഈസ്റ്റർ കഴിയുമ്പോൾ ബാക്കി കുടിച്ച് അത്രയും നാൾ കുടിക്കാതിരുന്ന മൊത്തം വലിച്ചു കയറത്തില്ലേ? അങ്ങനെ പിടിച്ച് നിൽക്കാൻ പറ്റത്തില്ല. അത് നിങ്ങൾ കള്ളിനെ മദ്യത്തെ ഫോക്കസ് ചെയ്യുന്നതുകൊണ്ടാണ്. നിങ്ങൾ കൃപയെ ഫോക്കസ് ചെയ്യണം. ക്രിസ്തുവിൻ്റെ കൃപയിൽ എന്നെ പങ്കാളിയാക്കണമേ. അതിന് ക്ഷമിക്കാം, കൊടുക്കാം, പരിഹാരം ചെയ്യണേ പരിഹാരം ചെയ്യാം. എനിക്ക് കൃപ കിട്ടിയാൽ മതി. പ്രാർത്ഥിക്കുക, കർത്താവേ, നീ നേടിയെടുത്ത കൃപയാൽ എനിക്ക് കർമാവകാശം തരണമേ. ഞാൻ എന്ത് ഒത്തുതീർപ്പിനും നിന്റെ കൃപയ്ക്ക് വേണ്ടി സ്വീകരിക്കാൻ വേണ്ടി ഞാൻ എന്ത് ഒത്തുതീർപ്പിനും തയ്യാറാണ്. എന്നെ സഹായിക്കണമേ. എന്റെ അമ്മേ, പരിശുദ്ധമേ, ദേവമാതാവേ, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് വരുന്ന വേറൊരു വിഷയം വരണതേ, ഇപ്പം നമ്മൾക്കൊരു ആശ്വാസം പ്രാപിച്ചാലും ഈ ആശ്വാസത്തെ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഭൗതിക സാഹചര്യം വീട്ടിലില്ലെങ്കിൽ നമ്മൾ പണിമേടിക്കും. നമ്മൾ ആശ്വാസം പ്രാപിച്ചു, പക്ഷേ ഹസ്ബൻഡ് ഇപ്പോഴും പഴയ അവസ്ഥയിലാണ്. ആ വീട്ടിലുള്ള അമ്മായിയപ്പനും അമ്മായിയമ്മയൊക്കെ കുടുംബപ്രാർത്ഥനയേ ഇല്ല. അഥവാ ഇവൾ പ്രാർത്ഥിക്കാൻ പോകണമെങ്കിൽ അവർ CV വെച്ചോണ്ടിരിക്കും. ഒന്ന് ചിന്തിച്ച് നോക്കിയേ, ഈ വീട്ടിൽ എങ്ങനെ സമാധാനം ഉണ്ടാവണം നിങ്ങൾ പറയണേ? കെട്ടിവന്ന മരുമകൾ പ്രാർത്ഥനയ്ക്ക് വന്നാലും അമ്മായിയമ്മ TV വെച്ചോണ്ടിരിക്കും. എന്നിട്ട് അവർ പ്രാർത്ഥിക്കണ ഇവർക്ക് കേൾക്കാം. എന്നാൽ ഇത് സ്വരം താഴ്ത്തി കൊടുക്കണമല്ലോ. ഒന്നുമില്ലെങ്കിൽ ഇവർ പ്രാർത്ഥിച്ചില്ലെങ്കിൽ മറ്റുള്ളവരെ പ്രാർത്ഥിക്കാൻ അനുവദിക്കണമല്ല. ആ പരിപാടി പോലും അവർ ചെയ്യത്തില്ല. അപ്പം നമ്മുടെ ഭൗതിക സാഹചര്യങ്ങൾ നമ്മൾ ഓക്കെ ആയാലും നമ്മുടെ സമാധാനവും കൃപയും മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ വീട്ടുകാരെ കൂടി ഫോക്കസ് ചെയ്യണം. വീട്ടുകാരെ കൂടി ഉടമ്പടിയുടെ പരിധി കൊണ്ടുവരും. അപ്പോൾ എന്ത് ചെയ്ത് അവർ രണ്ടും കൽപ്പിച്ച് ബാംഗ്ലൂരിൽ നിന്ന് നേരെ ഇവിടെ വരും. തീർത്ഥാടന ഉടമ്പടി എടുക്കും. ഓരോ ഉടമ്പടിക്കും ഓരോ ബലമാണ്. ഓൺലൈൻ ഉടമ്പടിക്ക് ഒരു ബലമുണ്ട്. ഇപ്പോൾ വചനം കേൾക്കുന്ന പഴയ നിയമ ഉടമ്പടിക്ക് ഒരു ബലമുണ്ട്. അത് ആശ്വാസമാണ്. അത് ലക്ഷ്യം വെക്കുന്നത് കൽപ്പനയാണ്. കൽപ്പന ലക്ഷ്യം വെക്കുന്നത് പാപത്തെയാണ്. പക്ഷേ പുതിയ നിയമത്തിൽ വരുമ്പോഴേ കൃപയെയാണ്, നിത്യജീവന് ആവശ്യമായ കൃപയെയാണ് ലക്ഷ്യം വെക്കുന്നത്. പക്ഷെ അതിന് വേണ്ടി നമ്മൾ പലപ്പോഴും അവിടുത്തെ മരിയൻ കണ്ടൻറ്റ്, അതായത് നമ്മളെ ക്രിസ്തുവിനോട് അടുപ്പിക്കുന്ന ഒരു ഏജൻ്റുണ്ട്. എബ്രാഹത്തിൻ്റെയൊക്കെ ഉടമ്പടിക്ക് ഉണ്ടായിരുന്ന പാളിച്ചകൾ എന്താ? എബ്രാഹത്തിനോട് ദൈവം പറഞ്ഞതല്ലേ, അടുത്ത കൊല്ലം അടുത്ത വസന്തത്തിൽ കടന്നു പോകുമ്പോൾ നിനക്ക് കുഞ്ഞുണ്ടാകുമെന്ന്. ആ വസന്തമെന്നേ പറഞ്ഞോളൂ. ഏത് വർഷത്തെ വസന്തമെന്ന് പറഞ്ഞില്ല. ദൈവത്തിൻ്റെ വാഗ്ദാനത്തിൻ്റെ സവിശേഷത നമുക്കൊരു പരീക്ഷണം ഇട്ടിട്ടാണ് ദൈവം ചെയ്യത്തുള്ളൂ. എല്ലാ ഉടമ്പടികൾക്കും പരീക്ഷണം ഉണ്ടാകും.
ഇപ്പം ഈ ദീപ്തി എന്ന് പറഞ്ഞ സ്ത്രീ സഹോദരി ഇവിടെ നിന്ന് ഉടമ്പടി എടുത്തിട്ട്, ഉടമ്പടി എടുത്തതിന് ശേഷം, ഈ തീർത്ഥാടന ഉടമ്പടി എടുത്തതിന് ശേഷം അവർ വീട്ടിൽ ചെല്ലും. വീട്ടിൽ ചെല്ലുമ്പോൾ അവർ ഓക്കെയാണ്, പക്ഷേ സാഹചര്യങ്ങളെ കുറച്ചുകൂടി മൂർച്ഛിക്കും. അതാണ് വിജയകുമാറിൻ്റെ ധ്യാനത്തിൻ്റെ ഒരു പ്രത്യേകത. കാര്യം വിജയകുമാറിനെ ഞാൻ പരിചയപ്പെട്ട കാലം മുതൽ ആ മനുഷ്യൻ പ്രഷറിലാണ്. എപ്പോൾ എൻ്റെ ഇടയ്ക്ക് നിന്ന് പ്രാർത്ഥിച്ച് പോകുന്ന പിറ്റേ ദിവസം എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും, തിരിച്ചു വിളിക്കും. എന്നിട്ട് പുള്ളി പറഞ്ഞ വാക്ക്, ദ പ്രോബ്ലംസ് ആർ ഇൻ ക്യൂ, വൈ എന്നൊക്കെ ചോദിക്കും എന്നോട്. പ്രശ്നങ്ങൾ മുമ്പത്തേക്കാളും ക്യൂവിലാണ്, 1 by 1 ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്, വൈ എന്ന്. അപ്പോൾ ഞാൻ നിങ്ങളെ ഉറച്ചു നിൽക്കാൻ പറയും. എന്താ കാര്യം? ഉറച്ചു നിൽക്കുക എന്നുള്ളത്, ഉറച്ചു നിൽക്കുന്നവനെ ദൈവം കൃപ കൊടുക്കത്തുള്ളൂ, ആടി കളിക്കണവന് കൃപ കൊടുക്കത്തില്ല. ഉറച്ചു നിന്ന് അട്ടയ്ക്ക് വേട കൊടു ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ 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 യേശുവേ സ്തുതി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ലൂക്ക 21:19 പീഡനത്തിലും ഉറച്ചു നിൽക്കുന്നതിലൂടെ നിങ്ങളുടെ ജീവനെ നിങ്ങൾ നേടും. ഒന്നിനു വായിച്ചേ. പീഡനത്തിലും ലൂക്ക 21:19 പീഡനത്തിലും ഉറച്ചു നിൽക്കുന്നതിലൂടെ പീഡനത്തിലും ഉറച്ചു നിൽക്കുന്നതിലൂടെ നിങ്ങളുടെ ജീവനെ നിങ്ങൾ നേടും. അപ്പം അതുപോലെ തന്നെ നീ ഉറച്ചു നിന്ന്, നീ വിശ്വാസത്തിൽ ഉറച്ചു നിന്ന് നിന്റെ സഹോദരങ്ങളെ ശക്തിപ്പെടുത്താൻ പറയും. ടേക്ക് ദി വേർഡ് ഓഫ് ഗോഡ്. ലുക്കാ 22 പോകുമ്പോഴേ ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ശമയോനെ സാത്താനിനെ ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ സ്തുതി. ഹല്ലേലൂയ ഹല്ലേലൂയ. 22:31 വായിച്ചേ. ശിമയോൻ പറഞ്ഞ ശിമയോൻ ഇതാ സാത്താൻ വരുന്നുണ്ടല്ലേ? ഉടമ്പടി ഇടയ്ക്ക് സാത്താൻ വരൂ. ശമയോൻ ഇതാ സാത്താൻ നിങ്ങളെ ഗോതമ്പ് പോലെ പാറ്റാൻ ഉദ്യമിച്ചു. അപ്പൊ തിന്മയുടെ ഒരു ഉദ്യമം എപ്പോഴും ഉണ്ടാകും. എന്നാൽ നിന്റെ വിശ്വാസം ക്ഷയിക്കാതിരിക്കാൻ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. നീ തിരിച്ചു വന്ന് നിന്റെ സഹോദരരെ ശക്തിപ്പെടുത്തണം. അപ്പൊ തിരിച്ചു വരിക, വിശ്വാസത്തിൽ ഉറച്ചു നീക്കുക, ഇതെല്ലാം സെയിം ഇഫക്റ്റാണ്. പക്ഷെ എന്തിനാണ് ഉദ്ദേശിക്കുന്നത്? മറ്റുള്ളവരെയാണ് ഉദ്ദേശിക്കുന്നത്. നിന്നെ ഉറപ്പിച്ച് നിർത്തുക, നിന്നെ ഇങ്ങനെ ആട്ടിയാണിത് ഉറപ്പിക്കണത്. നിന്നെ പ്രലോഭനങ്ങൾ നൽകിക്കൊണ്ട് ആട്ടി നിന്നെ ഉറപ്പിക്കും. എന്തിനാണ് ഉറപ്പിക്കണത്? നിങ്ങൾക്ക് പ്രലോഭനങ്ങൾ ശക്തിപ്പെട്ട് കഴിയുമ്പോൾ നിങ്ങൾ പീഡിതരാണെങ്കിൽ അപ്പോൾ തന്നെ ബൈബിൾ ഇക്കോണമി അനുസരിച്ച് നിങ്ങൾ മറ്റുള്ളവരെ ഫോക്കസ് ചെയ്യണം. എന്താണ്? നിങ്ങളെ ഫോക്കസ് ചെയ്യരുത്. എന്താ ചെയ്യേണ്ടത്? മറ്റുള്ളവരെ, നിങ്ങൾക്കറിയാവുന്നവർ, ഭർത്താവ്, ഭാര്യ, മക്കൾ, അവർ വിശ്വാസം തകർന്ന ആൾക്കാരെല്ലാം അവരുടെ വിശ്വാസം ഉറക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം. നിങ്ങൾ ചെയ്യണം എന്താണെന്ന് അറിയാമോ? അവർക്ക് ജോലി കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കും, അവർക്ക് PR കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കും. അവിടെയാണ് ഉടമ്പടി അബോർഷൻ സംഭവിക്കുന്നത്. ദൈവത്തിന് പ്രയോജനമില്ലല്ലോ. ദൈവത്തിന് പ്രയോജനമുള്ള ഫോർമാറ്റിൽ കൊണ്ടുവരണം. നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ പ്രാർത്ഥിക്കും മറ്റുള്ളവർക്ക് വേണ്ടി. എന്ത് പ്രാർത്ഥിക്കും? എന്താ പ്രാർത്ഥിക്കണത്? ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു സാക്ഷ്യം ഉണ്ടായി. ഒരു അമ്മ സാക്ഷ്യം പറഞ്ഞതാണ്, ഞാൻ കൃപാസനം മാതാവിനെ വെറുത്തു, മാതാവേ. അതോടുകൂടി അരിമുട്ടിപ്പോയി. അവരെന്താ പറഞ്ഞത്? അവരുടെ ആദ്യത്തെ കാര്യങ്ങളൊന്നും സാധിച്ചില്ലെന്നാണ് പറയണത്. അത് കാരണം ഞാൻ ഇതിലേ കൂടി ഹരിപ്പാട് ഓഫീസിൽ പോകുമ്പോൾ ഇങ്ങോട്ട് തിരിഞ്ഞു പോലും നോക്കത്തില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഇവൾ തിരിഞ്ഞു നോക്കത്തില്ല എന്നുണ്ടെങ്കിലും നക്കപ്പച്ച കൊടുത്തില്ലെന്നെങ്കിലും ദൈവത്തിൽ നിന്ന് പോകുന്ന ദൈവത്തിന് അറിയാം ഈ സാധനത്തിനാണ്. അതാണ് വിഷയം. അത് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾ വിചാരിക്കുന്ന സമയം നടത്തിയില്ലെങ്കിൽ നിങ്ങൾക്ക് ദൈവത്തിന് നിങ്ങൾ ഉപേക്ഷിക്കുമെന്ന് നിങ്ങൾ ഉടമ്പടി ചെയ്യുമ്പോൾ തന്നെ ദൈവത്തിന് അറിയാം. അപ്പോൾ പിന്നെ എങ്ങനെയാണ് ഉടമ്പടി വർക്കൗട്ട് ചെയ്യണത്? കാര്യം നിങ്ങളെ ദൈവത്തിന് അറിയാം. അപ്പം നിങ്ങളുടെ ദൈവം ആരാണ്? നിങ്ങളുടെ നിയോഗമാണ് ദൈവമല്ല. നിങ്ങളെന്താ പറയേണ്ടത്? ഈ നിയോഗം നടക്കാതിരിക്കുകയോ? നടന്നില്ലെങ്കിലും നീ തന്നെയായിരിക്കും എൻ്റെ ദൈവം. അതാണ് ഉടമ്പടി. കൈയടിച്ച് ദൈവത്തെ ലക്ഷ്യം വെച്ച് മുന്നേറുവാൻ ഈ ആരാധനയിലൂടെ അഭിഷേകം